ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്കിങ്ങനെ സുഖമായിട്ട് പോണ്, കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മുടെ ഉണ്ണിയുടെ മാമോദിസ ഡേറ്റ് ഏകദേശം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അടുത്ത ആഴ്ചത്തേക്ക് നമ്മൾ വിചാരിച്ചേക്കണേ. അപ്പൊ ഡ്രസ്സ്, സാധനങ്ങള്, ഗോൾഡ് അതൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് പോണം. നമ്മൾ ആദത്തിനെ അകത്താക്കി ഇങ്ങോട്ട് പോന്നതാ. പക്ഷെ ആദം ഓടിപ്പടഞ്ഞ് ഇങ്ങോട്ട് എത്തി. ചേട്ടനെ വിളിച്ചു. ഇപ്പൊ ചേട്ടനായിട്ട് എല്ലാം ചെയ്യിക്കണേ. ഡ്രസ്സ് ഇടിക്കണമെങ്കിൽ ചേട്ടൻ വേണം, എന്നിട്ടാണ് വെള്ളം കുടിക്കണമെങ്കിൽ ചേട്ടൻ വേണം, ചോറ് തിന്നണമെങ്കിൽ ചേട്ടൻ വേണം, എല്ലാത്തിനും ഇപ്പൊ ചേട്ടനാ. ആരാ ചീപ്പ് ചോദിച്ചേ? ചേട്ടനാണോ? ചേട്ടൻ ചീപ്പ് ചോദിച്ചേ, പിന്നെ അനീനപ്പ ചീപ്പ് വേണം. കൊറേ നേരം ചീപ്പ് അന്വേഷിച്ചു. ഭംഗിയുണ്ട്. അത് സുന്ദരനായ അമ്മ പെർഫ്യൂം അടിക്കണേ. തരാൻ പറയാ അമ്മ മൂട്. അവന് കിട്ടിണ്ടാവില്ല. അവനെങ്ങനെയാ തുറക്കണേ? ഇതെങ്ങ ഇവനെ കണ്ടുകഴിഞ്ഞ പേടിച്ചു കഴിഞ്ഞാ ഇവൻ തുറക്കലൊടുക്കില്ലേ? ഒന്നുകൂടി പറയടാ. ഞാൻ തുറക്കടാ. അവന്റെ കാല് കൈ വെറുതെ ഇരിക്കില്ലേ? കൂട്ടിക്കെട്ടിരണം. കളിക്കാൻ പോണ നീ? അതെ, ഞങ്ങള് പോട്ടാ. വാടാ, നമുക്ക് പോടാ. അപ്പ പോണു. ചെപ്പിട്, ചെപ്പ്. ആ ചെപ്പ്. അത് പാകാവോ? എന്റെ മോ സുന്ദരിയായില്ലോ, സുന്ദര കുട്ടനായില്ലോ അല്ലേ? വാങ്ങിക്കണ്ടേ? ശാലങ്ങള് ഇന്നിട്ടൊക്കെ വാങ്ങിക്കണ്ടേ? വള വേണ, തള വേണ, ഇന്നിട്ട് വാങ്ങിച്ചിണ്ടേ? വണ്ടി നോക്കണ്ട. വണ്ടി കേറിയില്ലെങ്കിലും കേറ്റും നമ്മൾ. അതിന് ചെരുപ്പ് വാങ്ങിക്കാ. അതിന് ഷൂ. എന്നിട്ട് ഷൂ വേണ്ടേ? ഷൂ വേണ. ഷൂ എന്ന് പറയുമ്പോ കൊച്ചിന്റെ വിചാരം. കൊച്ചു പറയുന്നത് അപ്പാ ഷൂ, അപ്പാ ഷൂ എന്നാ. പൂവാണ്. അതല്ല കുട്ടു. അതെ, ബബായ് ബബായ്. ചേട്ടനുണ്ടോ നോക്കണം, അമ്മയുണ്ടോ നോക്കണില്ല അവൻ. ചാറ്റ തക്കുനെയൊക്കെ വിട്ടു അവൻ. നല്ല വെയിലുണ്ടല്ലേ. നമ്മള് നേരത്തെ പോണെന്ന് വിചാരിച്ചിരുന്നതാ. അപ്പൊ സമയം 11 മണി എന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്നിട്ട് ഇപ്പൊ നമ്മൾ ഇറങ്ങുന്നത് 11 മണി. നട്ടാപ്പറ ഉച്ചയ്ക്ക് നമ്മൾ ഇറങ്ങണം. എന്താ ചെയ്യാ? വിചാരിച്ച പോലെ ഒന്നും നടക്കണില്ല. അപ്പൊ വണ്ടി ഓടിക്കണ്ട, അവനെ ഓടിപ്പിച്ചാ മതിയില്ലേ? അവൻ പിടിച്ചോളത്തെ കൂട്ടോ. അതെനിക്കാ നമ്മളിത് ഇപ്പൊ ഗോൾഡ് വാങ്ങാനുണ്ട്. ഫസ്റ്റ് പോണ മറ്റേ ഡ്രസ്സ് പർച്ചേസിങ് അത് കഴിഞ്ഞിട്ടാണ്. ഗോൾഡ് ഫസ്റ്റ് വാങ്ങാം. എന്റെ കയ്യിൽ വേണം. അതോ നമ്മള് അരഞ്ഞാണവും വളയും അവിടെ അമ്മച്ചിയും ഒപ്പച്ചിന് വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തളയാണ് വാങ്ങാനുള്ളത്. പിന്നെ മാല ആരെ വാങ്ങിയേ? നാത്തൂൻ വാങ്ങിയിട്ടുണ്ട്. നാത്തൂൻ എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ പെങ്ങള് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് തളയാണ് വാങ്ങാനുള്ളത്. കുഞ്ഞു ചേട്ടൂരെ സമ്മതിക്കില്ലേ? പക്ഷെ ആദ്യം ബേബിയുടെ അരഞ്ഞാണത്തില് കുറച്ച് കണ്ണി കൂട്ടാനുണ്ട്. അത് ഊരിത്തരോ എന്നുള്ളതാണ് സംശയം. ഞാനന്ന് ഊരിയിട്ട് ഭയങ്കര ബഹളായിരുന്നു. അത് കാണിക്കണോക്കി. തുണി തിന്നണ കണ്ടാ? ഇവന് ആരെ മുതൽ നോക്കി. ഇവന്റെ അപ്പനെ ചെയ്തപ്പോ അവനൊരു കുഴപ്പമില്ലല്ലേ? കൊള്ളാവി. പിടിക്കാനായിട്ട് 3 ബലൂൺ കിട്ടി. 3 പിള്ളേരെ കൊടുന്നായിരുന്നു. അല്ലാതെ അതൊരുമയ്ക്ക് ഇതിപ്പോ പൊട്ടിക്കും കൂട്ടോ. കുട്ടൂരിയും കുട്ടിയായിട്ട് പരിഗണിച്ചു. കുട്ടിയായിട്ട് പരിഗണിച്ചു. എന്നിട്ട് ആലോചിക്കണേ വേറെ എന്തെങ്കിലും വാങ്ങണോന്നാണോ? അതാണ് ആലോചിച്ചത്.
അപ്പൊ ഗോൾഡ് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി, ഗോൾഡ് വാങ്ങി അവിടുന്ന് പോന്നു. പുത്തമ്പള്ളിയുടെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് ബാഗ് ഐറ്റംസ്, ചെരുപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആദംകുട്ടനും വാങ്ങാണ്ട് എനിക്കും വാങ്ങാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് ഇവിടെ നിർത്തിയേക്കാണ്. പിന്നെ എന്നിട്ടാണ് ഗോൾഡ് എടുക്കണതിന്റെ ഇടയ്ക്ക് ഇവൻ കുറച്ച് അലമ്പായി. അപ്പൊ ഞാൻ പാൽ കൊടുക്കാനൊക്കെ പോയി. അതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും എടുത്ത് കവർ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ അവിടുന്ന് തള വാങ്ങി. പിന്നെ എന്റെ മാലയുടെ കുളത്ത് ഇങ്ങനെ പൊട്ടാറായിട്ടുണ്ടായിരുന്നു, അത് മാറ്റി. പിന്നെ എന്നിട്ടാണ് ആദംകുട്ടന്റെ തൊരടിന് കുറച്ച് കണ്ണി വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഉണ്ണിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഉണ്ണിക്ക് നമ്മള് അരഞ്ഞാണവും വാളയൊക്കെ അമ്മിച്ചി അവിടെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ കഴിച്ചേന്ന് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അമ്മിച്ചിയുടെ ഇവിടെ പുത്തമ്പള്ളിയുടെ ഇവിടെ നമ്മൾ നിർത്തി. ഇപ്പൊ പ്രാർത്ഥനാ പുസ്തകം നമ്മുടെ ആദം ബേബി കീറി ഒരു ലെവലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന ഇടയ്ക്ക് തന്നെ കീറി. അപ്പൊ ആ പ്രാർത്ഥനാ ബുക്ക് കീറിയ കാരണം അമ്മാമ്മ വേറൊരു പ്രാർത്ഥനാ പുസ്തകം വാങ്ങാന്ന് പറഞ്ഞു പോയി വാങ്ങാൻ പോയിട്ടുണ്ട്. അതേ വന്നുണ്ട്. പക്ഷെ വലിയ കാര്യമൊന്നുമില്ല വാങ്ങിച്ചിട്ടും. ഇവൻ തന്നെ വീണ്ടും കീറാനാ പോണത്. അവര് വന്നുണ്ട്. അപ്പൊ പള്ളിയിൽ നമ്മൾ കേറിയില്ല കേട്ടാ. പള്ളിയിൽ ഞാനും കേറിയില്ല, ആരും കേറിയില്ല, ഇവനും കയറ്റിയിട്ടില്ല. മെയിൻ കാര്യം ഇവനെ ടർക്കിയിട്ടിട്ട് ദേഷ്യം വന്ന് അത് ഊരി കളഞ്ഞപ്പോ ഒരു സമാധാനം ഉണ്ട്. ഒന്നാമത് ഭയങ്കര ചൂടല്ലേ, അതിന്റെ തോന്നുന്നു. പിന്നെ നമ്മൾ ഇറങ്ങിയ സമയം ഒട്ടും ശരിയല്ല. നമ്മൾ ഇറങ്ങിയേക്കുന്നത് 1 മണിക്കൊക്കെ. ഇപ്പൊ നട്ടാപ്പുറം ഉച്ചയാ. കൊച്ചിനാണെങ്കിൽ വാശിയായി തുടങ്ങിയിട്ടുണ്ട്. കല്യാണത്തിന് മന്ത്രകോടി എടുക്കാൻ വന്നപ്പോ ഇവിടത്തെ മന്ത്രകോടിക്ക് വന്നിട്ട് ഇവിടെ ഫുള്ള് നമ്മള് ഇതാക്കിണ്ട്. ഇപ്പൊ നമ്മള് മാമോദീസയ്ക്ക് ഡ്രസ് എടുക്കാൻ വന്നേക്കാണ്. ചേച്ചി തുടങ്ങി നോക്കണ്ട ഈ സൈഡ് നോക്കി. പക്ഷെ നെറ്റ് പോലത്തെയാ നേരിലടിക്കുന്നത്. ഇതന്നെയല്ല അമ്മച്ചി അവന്റെ മാമൂച്ചിക്ക് എടുക്കാറ്. ഇങ്ങനെ തന്നെയല്ല എന്റെ മാമൂച്ചിക്ക് ഇങ്ങനത്തെ നീല കളർ ചെയ്യുന്നത്. ശരി, റാക്ക് മുഴുവൻ ഇറക്കുന്നോന്ന്. റാക്കേ ഇറക്കുന്നോന്ന്. അമ്മാമ്മയും മക്കളും കൂടി ഇതേ പോണു. ഈ ഡിസ്പ്ലേയിൽ കിടക്കണ പെണ്ണിനെ എനിക്ക് ഇഷ്ടമായി. എങ്ങനെയുണ്ട് ഇത്? ഉണ്ണി വർത്താനം പറഞ്ഞിക്ക കടയിൽ വന്നവരോടൊക്കെ. നീ അറിഞ്ഞ സകലമാന മനുഷ്യരോടും വർത്താനം പറയുന്നുണ്ട് ഉണ്ണി. ഉണ്ണി നോക്കിയ ഉണ്ണിയുടെ കണ്ണ് ആദ്യത്തിന്റെ ഇഷ്യൂ അഞ്ചാ. ദൈവമേ, എന്നിട്ടത് ബാഗൊക്കെ കിട്ടിയിട്ടല്ലോ. ഇനി വരാണ്ട്, പേടിക്കണ്ട. ഓൺ ദ വേ. ഇപ്പൊ ഡ്രസ് എടുക്കൽ പരിപാടി കഴിഞ്ഞു കേട്ടാ. ഡ്രസ്സ് ഒരുവിധം സെറ്റ് കഴിഞ്ഞിട്ടില്ല. ഇനി കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സ് കൂടി എടുക്കാനുണ്ട്. ബാക്കിയുള്ളവർക്കുള്ള ഡ്രസ്സൊക്കെ അങ്ങനെ. ഇവിടെ നമ്മളിവിടുന്ന് നേരെ സ്റ്റുഡിയോക്ക് പോണം. സ്റ്റുഡിയോയിലുണ്ടാവും നമ്മുടെ ആദം ബേബിക്കും ഉണ്ണിക്കുള്ള ഡ്രസ്സ്. എന്താണ് അവിടെ ഒന്നും നല്ലത് കിട്ടിയില്ല. മാമോദിസ സെറ്റ് കിട്ടി, അത് കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സ് കിട്ടി. അത് കിട്ടും. ഇവനെ ഇവിടെ നഷ്ടം. മഞ്ഞ അമ്മാവനും മക്കളും കൂടി ദേ വരുന്നു. എന്റെ ദൈവമേ, വയ്യാണ്ടായി മനുഷ്യൻ. നമ്മള് സ്റ്റുഡിയോന്ന് ഡ്രസ്സ് എടുത്തുട്ടാ. ഉണ്ണിക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തു. പരിപാടികൾ കഴിഞ്ഞു. ഇനിയിപ്പോ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. ഒരുവിധെല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. സമയം ഇപ്പൊ ഒരു 5:15 അല്ല, നമ്മൾ 1 മണിയെപ്പോഴും ഇറങ്ങിയേ. 5 മണിയായിട്ടും. ഓട് പിടിച്ചോട്ടാ. ഒറ്റ വലിയില് അവ കൈവിട്ട് ഓടും. മസാല ദോശ. ഇല്ല, ഞാൻ കൈ കഴുകണം.
ആ ചായ വേണം ചൂട്ടിന് ചൂടാറിയാ മുടി എങ്ങനെ കെട്ടി വന്നു അപ്പുറത്തെ മതി മസാല ഫുള്ള് കാണിച്ചു അതിഷ്ടായില്ല റെസ്റ്റോറൻറ്റ് മതിയായിരുന്നു. അതാ അതാ ജി 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 നമുക്കതേ അവിടെ നിന്ന് ഒരു ബലൂൺ കിട്ടിയിട്ടുണ്ട്. ആ ബലൂൺ 2 ബലൂൺ പൊട്ടിയില്ലേടാ, 2 പൊട്ടി. ഒരെണ്ണതേ പൊട്ടാണ്ട് കിട്ടിയിട്ടുണ്ട്. അത് ചേട്ടനെ ഇതിനും കൂടി കളിയാ. ചേട്ടനെ തക്ക നോക്കി കടയിൽ വെച്ചിട്ട് ഇവിടെ ഒരു മാന്ത് കൊടുത്തു. ഇവിടെ ഒരു പാടായിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ശരിക്കും അത് നാളത്തേക്ക് പൊട്ടുന്ന. ഇവൻ മുൻപ് ഇവിടെ നിന്നപ്പോഴേ ഇവനെ പിടിച്ചൊരു മാന്ത് കൊടുത്തിട്ട് ഇവിടെ പൊട്ടിയൊരു പാട് വന്നിട്ടുണ്ട് ഈ കണ്ണിന്റെ ഇവിടെ. അതുപോലെ ആവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അത്ര വലിയ പ്രശ്നമൊന്നും പറ്റിയില്ല. ഇപ്പൊ നോക്കുമ്പോ അത് പ്രത്യേകിച്ചൊന്നും ഇല്ല, മാറിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ പേടിക്കണ്ട. ഭയങ്കര കടി മാന്തോന്നേ. ഇപ്പൊ അപ്പന്റെ പിന്നാലെ ഏത് സമയം അപ്പനെ മതി. അമ്മേനെ വിട്ടു, എന്നിട്ട് പറയും പൂർണ്ണമായും വിട്ടു. അതാണെങ്കിൽ ഓരോ ബോക്സുകൾ നമ്മൾ ഡ്രസ്സുകൾ ഇങ്ങനെ ബോക്സുകളാക്കി വെച്ചിട്ടുണ്ടാവില്ലേ, ആ ബോക്സുകൾ പറക്ക, അവിടെ താഴ്ത്തിട. അങ്ങനെ നമുക്ക് പോയി വന്നപ്പോഴേക്ക് ആകെപ്പാടെ വയ്യാണ്ട്. നമ്മൾ 1 മണിക്കായപ്പോഴേക്ക് പോയി വന്നപ്പോ ഇപ്പൊ ഒരു 7 മണിയായി. 7 മണിയായപ്പോഴേ ഇപ്പൊ വീട്ടിലെത്തിയിട്ടുള്ളൂ. ഇപ്പൊ ഡ്രസ്സൊന്നും മാറിയിട്ടില്ലെങ്കിൽ കുളിക്കണം, ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടികളൊക്കെ കഴിയും. നമ്മൾ ശരിക്കും കുറെ കടകളിൽ കയറി ഇറങ്ങിട്ടോ, കുറെ കടകളിൽ. അത് ചെരുപ്പ് വാങ്ങാനും അതുപോലെ തന്നെ എത്ര കട എന്ന് എനിക്ക് തോന്നണ ഒരു 5-6 കടയിൽ മിക്കതും കയറിയിട്ടുണ്ടാവും. അപ്പൊ 5-6 കടയിൽ 2 പിള്ളേരെ വെച്ച് കൊണ്ടുപോകുമ്പോ ഉള്ള ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. ഇനി പിന്നെന്താണ്, ആദ്യത്തിനൊരു ഷൂ വാങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷെ അവന്റെ സൈസിനൊത്ത ഷൂ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അത് മാത്രം കിട്ടിയിട്ടില്ല. പിന്നെ ഉണ്ണിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും ഗോൾഡ് വാങ്ങി, എല്ലാവരും കഴിഞ്ഞു. ഈ അമ്മച്ചിക്ക് അപ്പച്ചനും ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ എന്നിട്ടാണ് എല്ലാവർക്കും ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടാ. പിന്നെ വേറെ പ്രത്യേകിച്ച് നമ്മൾ പോയി വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയാ, ആകപ്പാടെ വയ്യാണ്ടായി എന്നുള്ളതാണ്. കാരണം 2 പിള്ളേരെ കൊണ്ടുപോകുമ്പോൾ അതൊരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി നിൽക്കണില്ല, ഇങ്ങനെ നടക്കുക. കുഞ്ഞിനിറങ്ങി കരച്ചില്. എനിക്കാണെങ്കിൽ തലക്ക് പ്രാന്ത് പിടിക്കാണ്. പോയി അമ്മാമ അത് നല്ലതാ, കളിക്കില്ല. അടിച്ചേ. നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രേ ഉള്ളൂ. ഒരു ചെറിയ മാമോദിസ ഷോപ്പിങ്ങും അതുപോലെ തന്നെ ഗോൾഡ് പർച്ചേസിങ്ങും ഒക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു. ഐ ലവ് യു കൊടുക്കണ്ട, ഐ ലവ് യു കൊടുക്കണ്ട ഉമ്മ. ഇവിടെ അടുത്ത പരിപാടി തുടങ്ങി ചേട്ടൻ.